വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ഈ ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി ടീമിൻ്റെതാണ്. നസീറും ഷീലയും വളരെ മനോഹരമായി അഭിനയിച്ച ഈ ചിത്രം. ഇപ്പോൾ നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത്, ഇന്ന് വൈക്കത്തഷ്ടമി ദിനമാണ്. വൈക്കം മഹാദേവക്ഷേത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ അഷ്ടപതി ഗുരുനാഥൻ തരണിയില്ലം രാമചന്ദ്രൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ പിതാവ് തരണി ശങ്കരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം ദിവംഗതനായി. അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് വൈക്കം ക്ഷേത്രത്തിലെ തിരുമേനിമാർ. ഇപ്പോൾ ഇവിടെ നാരായണൻ തിരുമേനി അദ്ദേഹത്തിൻ്റെ ശങ്കരൻ നമ്പൂതിരിയുടെ സഹോദരൻ്റെ മകനൊക്കെയാണ്. വാർഷികമായി എൻ്റെ ഗുരുനാഥനും അവിടെ പോകാറുണ്ട്. എല്ലാവർക്കും വൈക്കത്ത് അഷ്ടമി ദിന ആശംസകൾ നേരുന്നു. ഇന്നത്തെ ദിനത്തിൽ ഇന്ന് 1201 വൃശ്ചിക മാസം 26-ാം തീയതി, അതായത് 2025 ഡിസംബർ മാസം 12-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഉത്രം നക്ഷത്രമാണ്. കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ്. കറുത്തപക്ഷത്തിലെ അഷ്ടമി നാം വിവാഹത്തിന് ഏറ്റവും ശുഭമാണ്. അതിനാൽ ഉത്രം നക്ഷത്രം നല്ല നക്ഷത്രമാണ്. വെള്ളിയാഴ്ച നല്ല ദിനമാണ്. പക്ഷേ വെള്ളിയാഴ്ച സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികളും യാത്ര ചെയ്യാത്ത ദിനമാണെന്നറിയുക. ഉത്രം നക്ഷത്രമാണെങ്കിലോ വാങ്ങാനും കൊടുക്കാനും അത്ര നല്ല നക്ഷത്രമല്ല. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങളിൽ പെടുന്ന ഒരു നക്ഷത്രം ഉത്രം നക്ഷത്രം. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാച രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ നക്ഷത്രങ്ങൾ ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ തശേഷന്ത് വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകും. അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയക്ക് ഇന്നത്തെ ദിനം അനുകൂലമല്ല. പിന്നെ ഇന്നത്തെ ദിനത്തിൻ്റെ സൂര്യോദയം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് സൂര്യോദയം തൃശ്ശൂരിൽ 6:37 അസ്തമയം വൈകിട്ട് 6:01. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രാധാന്യം നാം ചർച്ച ചെയ്തു. അതിനുമപ്പുറം കറുത്തപക്ഷത്തിലെ അഷ്ടമി അത്ര ശുഭമല്ല സാമ്പത്തികമായ വിഷയങ്ങൾക്കൊന്നും. ഉത്രം നക്ഷത്രവും ശുഭമല്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കും ഇതിനൊന്നും ഇന്നത്തെ നക്ഷത്രം അനുകൂലമല്ല എന്നറിയുക. ഗർഭിണികൾ, സ്ത്രീകൾ, നാൽക്കാലികൾക്കും നല്ല സമയമല്ല. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വല്ല ആവശ്യവും ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 2:30 വരെയുള്ള സമയം മാത്രം സ്വീകരിക്കുക. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നിങ്ങൾക്ക് ഉത്രം നക്ഷത്രത്തിന് ഭഗവാൻ ശിവനെ സംതൃപ്തിപ്പെടുത്തുവാൻ ഏറ്റവും നല്ല സമയമാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രങ്ങളിലെ ആധിപത്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു. സൂര്യൻ ശിവനാകുന്നു. അർക്ക ശംഭുഹു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശിവക്ഷേത്ര ദർശനം, ആദിത്യ ഹൃദയ മന്ത്രം, കൂവളമാല, ജലധാര ശിവനി ചെയ്യുക. വെള്ളിയാഴ്ചയാണ്, ഉത്രം നക്ഷത്രമാണ്. അതിനാൽ ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിവാഹിതരായ യുവതിയും യുവാവും ഉണ്ടെങ്കിൽ അവരെ പേരിൽ സ്വയംവര പുഷ്പാഞ്ജലി എന്ന് ഏറ്റവും നല്ലതാണ്. ഉമാമഹേശ്വര പൂജ ചെയ്യുക ശിവപാർവതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ. അപ്രകാരം ദാമ്പത്യത്തിന് ക്ലേശങ്ങളുണ്ടെങ്കിൽ ഐക്യമത്യ അർച്ചന ചെയ്യുന്നതും വളരെയധികം ശുഭകരമാണ് ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം. അടുത്തോടെ ശിവക്ഷേത്രത്തിൽ പോവുക. അവിടെ ദേവിക്ക് പിൻവിളക്ക് സമർപ്പിക്കുന്നത് വളരെ ഗുണമാണ്. എല്ലാ ശിവക്ഷേത്രത്തിലും പിൻവിളക്കുണ്ടാകാം. നിങ്ങൾക്ക് വളരെ കഷ്ടപ്പെട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉമാമഹേശ്വര ക്ഷേത്രമോ ശിവപാർവതി ക്ഷേത്രമോ അടുത്തില്ലെങ്കിൽ തന്നെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്കെന്ന വഴിപാട് ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. നല്ലൊരു ദിനം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.